നിർദ്ദേശം നൽകിയിരിക്കുന്നു. അപ്പോൾ അവർ ഈ ഒരു മിഷനുമായി, അതായത് ഇതുമായുള്ള മുന്നോട്ട് പോകാനുള്ള തീരുമാനവുമായി മുന്നോട്ട് പോവുകയാണ്. എന്താണ് നടപടി എന്ന് വ്യക്തമാക്കിയിട്ടില്ല. നമ്മൾ അല്പസമയം മുമ്പ് അധികൃതർ ചോദിച്ചപ്പോൾ ഇതിൽ ചില തീരുമാനങ്ങൾ ഒരുപക്ഷെ വരേണ്ടതുണ്ടാകും. അതിലെ ചില അവസാന തീരുമാനങ്ങൾക്ക് വേണ്ടിയുള്ള ഉപകരണങ്ങൾ കൂടുതലായി അങ്ങോട്ടേക്ക് എത്തിക്കുന്നു. രാത്രിയിൽ ജനറേറ്റർ നടക്കുന്നുണ്ട്. നമുക്ക് ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ സൈന്യത്തിന്റെ അടക്കം സാന്നിധ്യം അവിടെയുണ്ട് എന്ന് വേണം മനസ്സിലാക്കാൻ. രക്ഷാപ്രവർത്തകർ പൂർണ്ണമായും അവിടെ തുടരുന്നുണ്ട്. തിരിച്ചുപോയ രക്ഷാപ്രവർത്തകരൊക്കെ തിരികെ വന്നു. അവർ ദൗത്യം നിർത്തി തൽക്കാലത്തേക്ക് ഇന്നത്തേക്ക് തിരിച്ചുപോയവരാണ്. അവരൊക്കെ തിരിച്ചു വന്നു. അനുമോ തുടരാം. ഇലക്ട്രിക് കട്ടർ കൊണ്ടുവരാനുള്ള നീക്കമാണെന്ന് കരുതുന്നു. കാരണം ജനറേറ്റർ കൊണ്ടുവന്നിട്ടുണ്ട്. ഇവിടെ വൈദ്യുതി ഇല്ല. അതുകൊണ്ട് തന്നെ വൈദ്യുതിയാൽ പ്രവർത്തിക്കുന്ന ഉപകരണങ്ങൾ, അതിന് ആവശ്യം ഒരു ഇലക്ട്രിക് കട്ടറായിരിക്കാം ഒരുപക്ഷെ ഇവിടെ ഇപ്പോൾ കൊണ്ടുവരാൻ ശ്രമിക്കുന്നത്. NDRFിൻ്റെയും അതുപോലെ തന്നെ സന്നദ്ധ പ്രവർത്തകരുടെയും ഒരു സംഘം തന്നെ ഇവിടെ നിർദ്ദേശങ്ങൾ നടപ്പിലാക്കുവാൻ സജ്ജമായിട്ട് നിൽക്കുന്നുണ്ട്. അതേപോലെ പോലീസിൻ്റെ ഉന്നത ഉദ്യോഗസ്ഥർ ഇവിടെ എത്തിയിട്ടുണ്ട്. എന്താണ് ഇനി ചെയ്യാൻ പോകുന്നത് എന്നതാണ് നമ്മൾ കാത്തിരിക്കുന്നത്. കെട്ടിടത്തിൻ്റെ ഏതെങ്കിലും ഒരു മേഖല, അതായത് സംശയം തോന്നിയ ഏതെങ്കിലും ഒരു പ്രദേശം, ഒരു ഇടം മാത്രം പൊളിച്ച് പരിശോധിക്കാനാണോ? അത് പൊളിക്കുന്നത് ഏത് വിധത്തിലാവണം? അത് ഒരുപക്ഷെ നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ കണ്ടതാണ്. ഒരു വീടിൻ്റെ കോൺക്രീറ്റ് കൂടം കൊണ്ട് അടിച്ച് തകർത്ത ഒരു സാഹചര്യം. അതേ സാഹചര്യത്തിൽ തന്നെ പിന്നീട് JCB ഉപയോഗിച്ചും അത്തരം കോൺക്രീറ്റ് തകർക്കുന്നത് നമ്മൾ കണ്ടതാണ്. അപ്പോൾ ഏതാണോ താഴെ ജീവനുള്ള സാഹചര്യത്തിൽ ഏതാണോ കൂടുതൽ യോജ്യം എന്നത് ആലോചിച്ച് വേണം ഇത് ചെയ്യുവാൻ. കാരണം അങ്ങനെ കണ്ടെത്തിയിട്ടുണ്ടെങ്കിൽ, ജീവനുണ്ടെങ്കിൽ ഈ പൊളിക്കുന്ന നടപടി അത് നഷ്ടപ്പെടുത്തുന്നതാകരുത്. അപ്പോൾ സുരക്ഷ ഉറപ്പാക്കേണ്ടതുണ്ട്. അത്തരത്തിലുള്ള ഒരു തരത്തിലും ഒരു ചാൻസ് ഇവിടെ നഷ്ടമാക്കുന്നില്ല എന്നത് തന്നെയാണ് ഈ മിഷന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. കാരണം ഇതുവരെ എല്ലാ വഴികളും നടപടിയാണ് ഇത്. കാരണം ഇതുവരെ JCB മുന്നോട്ട് നീങ്ങുകയാണ്. JCB ഉപയോഗിച്ച് ഏതെങ്കിലും ഒരു മേഖല അത് ഉദ്യോഗസ്ഥർ നൽകുന്നത് നമുക്ക് കണ്ടറിയണം. എന്താണ് ഇനി സംഭവിക്കാൻ പോകുന്നത്? നമ്മൾ ഈ ഒരു രക്ഷാപ്രവർത്തനത്തിന്റെ ഇതുവരെയുള്ള നിമിഷങ്ങളിലെ കാര്യമാണ് നമ്മൾ ഇനി ഇവിടെ ഒരു സാക്ഷിയാകാൻ പോകുന്നത്. കാരണം ഒരു മഹാദുരന്തം, ആ ദുരന്തം കഴിഞ്ഞ് 4 ദിവസത്തിന് ശേഷം ആ ദുരന്തത്തിൻ്റെ ഏറ്റവും നാശം ഏറ്റുവാങ്ങിയ, ആ ദുരന്തം ഏറ്റവും അധികം നാശം വരുത്തിയ ആ ഒരിടത്ത് 4 ദിവസത്തിന് ശേഷം ജീവസാന്നിധ്യമുണ്ടെന്ന് മനസ്സിലാക്കി, അല്ലെങ്കിൽ വീണ്ടും രക്ഷാപ്രവർത്തനം, ആ ഒരു ജീവൻ രക്ഷിക്കുവാനുള്ള രക്ഷാപ്രവർത്തനം കൊണ്ടുപോകുന്നു എന്നുള്ളത് തന്നെയാണ് ഈ ഒരു മിഷന്റെ ഏറ്റവും വലിയ ഒരു പ്രത്യേകത. കാരണം ഇത് രക്ഷാപ്രവർത്തന ചരിത്രത്തിലെ തന്നെ ഏറ്റവും വേറിട്ട ഒന്നാണ്. ഒരു ജീവന് നമ്മൾ നൽകുന്ന വില, ഒരു ജീവന്, മനുഷ്യജീവനാവട്ടെ, അത് ഏത് ജീവനാവട്ടെ, അതിന് നമ്മൾ നൽകുന്ന വില, അതിന് നമ്മൾ കൊടുക്കുന്ന ശ്രദ്ധ, അതാണ് ഈ ഒരു ഘട്ടത്തിൽ നമ്മൾ പ്രത്യേകം എടുത്ത് പറയേണ്ടത്. അതായത് ഓരോ ജീവനും വിലപ്പെട്ടതാണ്. അതിന് ഒരു കാരണവശാലും ഒരു ചാൻസ് എടുക്കേണ്ടതില്ല എന്നത് തന്നെയാണ് ഈ ഒരു ദൃശ്യങ്ങൾ തെളിയിക്കുന്നത്. അത് സംശയങ്ങൾ ദൂരീകരിച്ചു പോകാം. അഥവാ അതൊരു ജീവനാണെങ്കിലോ അത് നമ്മൾ രക്ഷിക്കാനുള്ള ഒരു അവസരം ലഭിച്ചിട്ട് അത് ഉപയോഗിക്കാതിരിക്കുക എന്നത് നമുക്ക് ചിന്തിക്കാൻ കഴിയുകയില്ല. കാരണം നമ്മൾ ഒരു മഹാദുരന്തത്തിന് നടുവിലാണ്. നമുക്കൊപ്പമുണ്ടായിരുന്ന എത്ര പേർ ഇല്ലാതായെന്ന് നമുക്കറിയില്ല, എത്ര പേർ മരിച്ചുപോയെന്നറിയില്ല. കാണാതായവരുടെ എണ്ണം ഓരോ ദിവസവും കൂടി വരുന്ന സാഹചര്യം. അപ്പോൾ സമാനതകളില്ലാത്ത പ്രതിസന്ധിയിലൂടെ കടന്നു പോകുന്ന രക്ഷാപ്രവർത്തനമാണ് ഇവിടെ നടക്കുന്നത്. നമ്മൾ ഓരോ ദിവസവും വൈകുന്നേരങ്ങളിൽ ഇന്നത്തെ ദിവസം ഇത്ര ശരീരഭാഗങ്ങൾ കിട്ടി, ഇത്ര മൃതശരീരങ്ങൾ കിട്ടി എന്ന് പറയുമ്പോൾ അത് കേൾക്കുന്നവരും പറയുന്നവരും ഉണ്ടാകുന്ന വേദന നമുക്ക് പറയാനാകുന്നതല്ല, പങ്കുവയ്ക്കാൻ കഴിയുന്നതല്ല. ആ ഘട്ടത്തിലാണ് ഇവിടെ ഒരു ജീവൻ, അതിൻ്റെ ഒരു സാധ്യത ഉണ്ടെന്ന് പരിശോധനയിൽ കാണുന്നത്. അത് ആ
സാധ്യതയെ പൂർണ്ണമായിട്ടും ഉപയോഗിക്കുകയാണ്. അല്ലെങ്കിൽ അത്തരത്തിൽ സംശയമുണ്ടെങ്കിൽ അത് ദൂരീകരിച്ച് തന്നെ മുന്നോട്ട് പോകാം എന്ന തീരുമാനത്തിലാണ് അധികൃതർ. അത് ഓരോ ജീവനും നമ്മൾ നൽകുന്ന വിലയാണ്, അത് വിലമതിക്കാത്തതാണെന്ന വ്യക്തമായ ബോധ്യമുള്ളതുകൊണ്ടാണ് ഈ വൈകിയ വേളയിലും സംവിധാനങ്ങളൊക്കെ വീണ്ടും സജ്ജമാക്കി സുശക്തമായ പരിശോധന ഇവിടെ ആരംഭിക്കുന്നത്. കാരണം നമുക്ക് ഈ ഒരു മിഷനിലെ ഏറ്റവും പ്രധാനപ്പെട്ടത് ഈ നിമിഷമായിരിക്കാം. അതിനടിയിൽ ഒരു ജീവനുണ്ടെങ്കിൽ, അത് ഒരു മനുഷ്യനാണെങ്കിൽ, അത് ഈ ഒരു ചരിത്രത്തിലെ തന്നെ സമാനതകളില്ലാത്ത രക്ഷപ്പെടലായിരിക്കും. അങ്ങനെ ഒരു ജീവൻ രക്ഷപ്പെടുത്താൻ കഴിഞ്ഞാൽ തന്നെ നമുക്ക് ഇപ്പോഴുണ്ടായ ആ നഷ്ടങ്ങളുടെ എല്ലാം തീരാവേദന അല്പമെങ്കിലും കുറയ്ക്കാൻ സാധിക്കും. കാരണം ഈ ദിവസങ്ങളിലൊക്കെ നമ്മൾ കാണുന്നത് മരണമടഞ്ഞവരുടെ കാര്യങ്ങൾ, അവരുടെ വാക്കുകൾ, അവരെക്കുറിച്ചുള്ള വാക്കുകൾ, അവരുടെ ബന്ധുക്കളുടെ വേദന, നഷ്ടങ്ങളുടെയും മരണമുണ്ടാക്കിയ നഷ്ടങ്ങളുടെ തീരാവേദന മാത്രമാണ് നമ്മൾ ഈ ദിവസങ്ങളിലൊക്കെ ഇവിടെ നിന്നെല്ലാം പങ്കുവെക്കുന്നത്. അവിടെയാണ് ജീവന്റെ ഒരു തുടിപ്പ്, ഒരു പ്രതീക്ഷ ഇവിടെ അവശേഷിക്കുന്നത്. അതുകൊണ്ട് തന്നെ അതിൻ്റെ എല്ലാ സാധ്യതകളും എല്ലാ അവസരങ്ങളും ഇവിടെ വിനിയോഗിക്കുകയാണ്. കാരണം ഈ ഒരു പരിശോധന, അതിൽ താഴെ നിന്ന് നമുക്കൊരു മനുഷ്യനെ ജീവനോടെ ലഭിച്ചാൽ അത് നമുക്ക് വാക്കുകളിൽ ഒതുക്കാൻ കഴിയുന്നതല്ല. ആ ഒരു ഘട്ടത്തിലുണ്ടാകുന്ന ആ സംതൃപ്തി എന്നുള്ളത് ഈ ഒരു